തിരുവനന്തപുരം ആറ്റുകാലിലെ ആരതിയുടെ മരണത്തിൽ ഭർത്താവ് അതുൽ പോലീസ് കസ്റ്റഡിയിൽ. ഫോർട്ട് പോലീസാണ് ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അതുലിനെ കസ്റ്റഡിയിലെടുത്തത്. അഞ്ജു എസ് പാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജു, എന്തായാലും അതുൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇനി വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ, അല്ലേ? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെയാണ്. ഈ അതുലിനെ ഫോർട്ട് പോലീസ് ഇപ്പൊ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അദ്ദേഹം കസ്റ്റഡിയിലാണെന്നാണ് നിലവിൽ വരെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ഭർത്താവ് അതുലിൽ നിന്ന് മാനസികമായും ശാരീരികമായും നേരിട്ട പീഡനങ്ങളെ തുടർന്നാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഫോർട്ട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ വാടക വീട്ടിലാണ് ഈ യുവതിയെ ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 1.5 വർഷം മുമ്പായിരുന്നു ഈ ആരതിയുടെയും അതുലിന്റെയും വിവാഹം നടന്നത്. ഈ ആരതിക്ക് വീട്ടുകാർ നൽകിയ സ്വർണവുമായി ബന്ധപ്പെട്ട കുറച്ച് തർക്കങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങളെ തുടർന്ന് വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ അതുലിന്റെ ഭാഗത്തു നിന്ന് ആരതിക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരതി പലപ്പോഴും വീട്ടുകാരെ പോലും ഇത്തരത്തിൽ അതുൽ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നും അതുപോലെ പണം ആവശ്യപ്പെട്ട് നേരത്തെയും ഉപദ്രവിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരതി അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പോലീസ് അതുലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ നാട്ടുകാരിൽ നിന്നും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ രീതിയിലുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും ഈ സ്വർണത്തിന്റെയും പൈസയുടെയും ഒക്കെ കാര്യത്തിൽ വഴക്ക് രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടെന്നുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിനെ തുടർന്നാണ് ഈ അതുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. നിലവിൽ എന്തായാലും ഇയാൾ ഫോർട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഗാർഹിക പീഡനവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് ഈ അതുലിനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആര്യ, ശരി. അഞ്ജു എസ് പാലനാണ് വിവരങ്ങൾ നൽകിയത്.